നമസ്കാരം. നവീൻ ഇൻസ്പയർസ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാർസിസം അല്ലെങ്കിൽ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ 6 ലക്ഷണങ്ങളാണ്. അത് മാത്രമല്ല, ഇവരോട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചും, കൂടാതെ നമുക്കുള്ളിൽ ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ ചെയ്യേണ്ട 3 കാര്യങ്ങളെ കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നാർസിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ചില ആളുകളെ നമ്മൾ പരിചയപ്പെടും. അവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് മറ്റാരെ കുറിച്ചും ചിന്തകളില്ല. മറ്റാരുടെ വേദനകൾ അവർക്ക് ബുദ്ധിമുട്ടല്ല. മറ്റാരെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയാൽ അഭിനന്ദനം പറയാൻ പോലും അവർ മനസ്സ് കാണിക്കില്ല. അങ്ങനെയുള്ള ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. അതായത് സെൽഫ് സെന്റേഡ് ആയിട്ട് അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്ന ചില വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. ഇവരെ നമുക്ക് കുടുംബത്തിൽ കാണാൻ കഴിയും, ഇവരെ നമുക്ക് സമൂഹത്തിൽ പലയിടത്തും കാണാൻ കഴിയും, കൂടാതെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത്തരക്കാരോട് ഡീൽ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം അത് അപകടത്തിലേക്കായിരിക്കും പോണത്. അതുകൊണ്ട് ഇത്തരക്കാരെ കൃത്യമായ രീതിയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഇവർ ചെയ്യുന്നത്. പക്ഷെ ആ ചെറിയ കാര്യം ചെയ്തതിന് ചെറിയ അംഗീകാരം അല്ല അവർ കൊതിക്കുന്നത്. ചെറിയ കാര്യം ചെയ്തതിന് വലിയ അംഗീകാരം അവർ കൊതിക്കുകയും അത് വർഷങ്ങളോളം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. എന്നാൽ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ അവർ ചെയ്യുകയില്ല. ഈ ചെയ്യാത്തത് ചൂണ്ടിക്കാണിച്ചാലോ കാണിക്കുന്ന ആളെ മോശക്കാരനാക്കി മാറ്റാനുള്ള വിദ്യകളൊക്കെ അവരുടെ കൈവശമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. നാർസിസ്റ്റായ ഒരു വ്യക്തിയോടാണോ താങ്കൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? കൃത്യമായി മനസ്സിലാക്കണം, കൃത്യമായി വേണ്ട മുൻകരുതൽ എടുക്കണം. ഇല്ലെങ്കിൽ താങ്കളുടെ ജീവന് തന്നെ അത് ആപത്തായി മാറാൻ സാധ്യതയുണ്ട്. പൊതുവെ നമ്മൾ കാണുന്ന സമയത്ത് വളരെ സാധുക്കളായിരിക്കും. ഇവർ വളരെ ഡീസന്റ് ആയി എല്ലാ ആളുകളോട് പെരുമാറുകയും വളരെ നിഷ്കളങ്കമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇതൊരു തരം അഭിനയമാണ്. അവർ ചില വ്യക്തികളെ മാത്രമേ തെരഞ്ഞെടുക്കൂ അവർക്ക് ഉപദ്രവിക്കാനായിട്ട്. ആ വ്യക്തികളെ ഉപദ്രവിക്കാൻ സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ പലപ്പോഴും എംപത്സ് ആയിരിക്കും. എംപത്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ വിഷമിക്കണ വിഷമം തോന്നുന്ന, ബാക്കിയുള്ള ആളുകളോട് സ്നേഹമുള്ള, ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന, സ്വന്തം ജീവൻ പോയാലും ശരി കൂടെയുള്ള ആൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന വ്യക്തികളായിരിക്കും എംപത്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇവരെ സംബന്ധിച്ച് ഇവരോടൊപ്പം ഒരാൾ വന്നാൽ അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എത്ര കണ്ട് എഫേർട്ട് എടുക്കാനും അവർ തയ്യാറുമായിരിക്കും. അപ്പൊ നാർസിസ്റ്റിനെ സംബന്ധിച്ച് ഈ ക്വാളിറ്റി ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇരയായി കണ്ടെത്തുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ആയിരിക്കും. പൊതുവെ സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും അയൽവക്കത്താണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഇവർ നിഷ്കളങ്കരായ ഒരു വ്യക്തിത്വമായിട്ടായിരിക്കും ആളുകൾ ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. എന്നാൽ ഇവരുടെ യഥാർത്ഥ മുഖം ഇവർ കാണിക്കുന്ന ആകെ എംപത്സിന്റെ അടുത്ത് മാത്രമായിരിക്കും. ചില സെലക്ട് ചെയ്ത ആളുകളുടെ അടുത്ത് മാത്രമേ അവരവരുടെ യഥാർത്ഥ മുഖം കാണിക്കൂ. എല്ലായിടത്തും അവരുടെ യഥാർത്ഥ മുഖം കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പൊതുവെ നാർസിസ്റ്റായ ആളുകൾ അവർ നിഷ്കളങ്കരാണ് എന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്തുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ എംപത്സിനെ ആയിരിക്കും പലപ്പോഴും ക്രൂശിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നാർസിസ്റ്റായ ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങളെന്ന്. നമ്പർ 1, exaggerated self-importance. എല്ലാ മനുഷ്യർക്കും അവരിൽ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യമുണ്ട്. പക്ഷെ അതൊരു ബലൂൺ പോലെ വീർപ്പിച്ചു വെച്ചാൽ എന്ത് ചെയ്യും? അങ്ങനെ വീർപ്പിച്ചു വെച്ച ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് അവർ പറയുന്നതെല്ലാം ശരി എന്നായിരിക്കും അവരുടെ ധാരണ. ഇപ്പൊ ഞാനൊരു ട്രെയിനറാണ്, LLB പഠിച്ച വ്യക്തിയാണ്. അപ്പൊ LLB പഠിച്ചുകൊണ്ട് തന്നെ ഒരു പുസ്തകം എടുത്ത് വായിച്ച് ആ നിയമം എന്താണെന്നുള്ളത് പറയാൻ ഒരുപക്ഷെ എനിക്ക് കഴിയും. അതല്ലെങ്കിൽ ഈ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ കഴിയും. എന്നാൽ ഒരു നാർസിസ്റ്റായ വ്യക്തിയോടാണ് ഞാൻ ഇടപെടുന്നതെങ്കിൽ ആ വ്യക്തി എന്നെ ട്രെയിനിങ്ങും പഠിപ്പിക്കും, ആ വ്യക്തി എന്നെ നിയമവും പഠിപ്പിക്കും. എന്തിനേറെ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞ് വിജയിക്കുകയും ചെയ്യും. ടോട്ടലി ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് നമ്മളെ മണ്ടനാക്കുന്ന ഒരു സമീപനമായിരിക്കും നാർസിസ്റ്റ് ആയ ഒരു വ്യക്തി എന്ന കാര്യം. അവർക്ക് അവിടെ ജയിക്കണം. അവർക്ക് യാതൊരു അതോറിറ്റി ഇല്ലാത്ത ഏരിയയിലും അവരാണ് ശരി എന്ന് അടിച്ചേൽപ്പിക്കുന്ന കാറ്റഗറിയാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ. കൂടാതെ ഇവരെ സംബന്ധിച്ച് രാവിലെ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അവരുടെ കൈക്ക് വേദനയുണ്ടോ, കാലിന് വേദനയുണ്ടോ, എവിടെയാണ് എനിക്ക് പ്രശ്നമുള്ളത്, എനിക്ക് എവിടെയാണ് കുഴപ്പം എന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രശ്നങ്ങൾ അവിടെ മാത്രമായിരിക്കും അവർക്ക് ഫോക്കസ് ഉള്ളത്. അന്നത്തെ ദിവസം മുഴുവനും അവനവനെ കുറിച്ച് ചിന്തിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം രാവിലെ തന്നെ അവർ കണ്ടെത്തും. എന്നാൽ കൂടെയുള്ള വ്യക്തികൾ അവർ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ പോലും അതിനെപ്പറ്റി അവർ വകവെക്കില്ല. അവർ ചിന്തിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി മാത്രമാണ്. എപ്പോഴും സെൽഫ് സെന്റേഡ് ആയിട്ട് ചിന്തിക്കുന്ന കാറ്റഗറി ആയിരിക്കും നാർസിസ്റ്റ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഹസ്ബൻഡും വൈഫും ആണെന്നിരിക്കട്ടെ. അവിടെ ഹസ്ബൻഡ് ആണ് ആ ഫാമിലി മുൻപോട്ട് കുറെ നാളുകളായിട്ട് സാമ്പത്തികമായി നോക്കുന്നത് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നത് ഇരിക്കട്ടെ. ഈ സമയത്ത് വൈഫിന് ഒരു ജോലി കിട്ടുകയാണ്, വൈഫിന് വരുമാനം കിട്ടുകയാണെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ നാർസിസ്റ്റ് ആണ് വൈഫെങ്കിൽ ഒരു കാരണവശാലും ആ സ്ത്രീ ആ പുരുഷന് പണം നൽകാൻ തയ്യാറാവില്ല. അത് എന്റെ പണമാണ്, അത് എന്റെ ആവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്നതാണ്, നിങ്ങളുടെ പണമാണ് കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് പറയും. കാരണം അവർക്കെല്ലാം അവരുടെയാണ്. അവിടെ ഒരു വി എന്ന കോൺസെപ്റ്റ് അവർക്കില്ല. ഐ എന്ന കോൺസെപ്റ്റ് മാത്രം കൊണ്ടടക്കുന്ന ആളുകളാണ് നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ളവർ. അപ്പൊ ഈ ഒരു കാര്യം മാത്രമല്ല, സ്വന്തം കുഞ്ഞാണെങ്കിൽ പോലും എന്റെ കുഞ്ഞെന്ന് അവർ പറയും, നമ്മുടെ കുഞ്ഞെന്ന് പറയില്ല. കാര്യം എല്ലാ കാര്യത്തിലും എന്റെ എന്നുള്ള ആസ്പെക്റ്റിൽ ചിന്തിക്കുന്ന വ്യക്തിയായിരിക്കും ഈ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം. ഇവരെപ്പോഴും
എപ്പോഴും സെൽഫ് സെന്റേഡ് ആയിരിക്കും. എന്റെ ശരീരം, എന്റെ മനസ്സ്, അതേപോലെ എന്റെ ബുദ്ധിമുട്ടുകള്, എന്റെ കാര്യങ്ങള്, മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും അവിടെ അവര് അത് വകവെക്കില്ല. എന്നാൽ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം വകവെക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിഷ്കളങ്കമായി അഭിനയിക്കാനുള്ള കഴിവുകൂടിയുള്ള ആളുകളായിരിക്കും നാർസിസ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ. രണ്ട്, ലാക്ക് ഓഫ് എംപതി. ഇവർക്ക് എംപതി എന്ന് പറയുന്ന ഒരു വികാരം ഇല്ല. എംപതി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്ന് ചിന്തിച്ച് മറ്റൊരാളുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവിനാണ് എംപതി എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ അയാൾ വളരെയധികം കഷ്ടപ്പെട്ടും വളരെയധികം ബുദ്ധിമുട്ടിയും അയാൾക്ക് ഇല്ലാത്ത ജീവൻ ഉണ്ടാക്കി പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്തും വകവെക്കില്ല നാർസിസ്റ്റ് ആയ ഒരു വ്യക്തി. കാരണം അവർക്ക് അറിയില്ല ആ വ്യക്തി എടുത്ത എഫേർട്ട് എന്താണ്, ആ വ്യക്തി എടുത്ത ബുദ്ധിമുട്ട് എന്താണെന്ന് ചിന്തിക്കാൻ അവർക്കറിയില്ല. അവരുടെ വയ്യായ്മയാണ് ആ സമയത്തുള്ളതെങ്കിൽ അതിനെ മാത്രമായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. അതല്ലാതെ എംപതി എന്നുള്ള ഒരു മനോഭാവമേ ഇവർക്കില്ല. അതിപ്പോ സ്വന്തം അച്ഛനായാലും സ്വന്തം അമ്മയായാലും ഭർത്താവായാലും ഒരു വഴിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അവിടെ എത്തിയോ ഇല്ലയോ എന്ന് തിരക്കാനൊന്നും ഇവർക്കറിയില്ല. ഇവരെല്ലാവരും തിരക്കണം. ഇവരൊരു വഴിക്ക് പോവാണെങ്കിൽ 100 പേര് തിരക്കണം എന്ന് അവർ ആഗ്രഹിക്കും. എന്നാൽ അവര് തിരക്കില്ല, അവരിത് അന്വേഷിക്കില്ല. സ്വന്തം അച്ഛനാണെങ്കിൽ പോലും വീട്ടിൽ എത്തിയോ ഇല്ലയോ എന്ന് അവർ തിരക്കില്ല, സുഖമായിട്ട് ഉറങ്ങും. കാര്യം അവർക്ക് അവിടെ അവരുടെ ഉറക്കമാണ് ഇമ്പോർട്ടന്റ്. അവരുടെ ഉറക്കം, അവരുടെ ഭക്ഷണം, അവരുടെ ആരോഗ്യം, സ്വന്തം കാര്യം മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെ എംപതി എന്ന വികാരം ഇല്ലാത്ത കാറ്റഗറി ആയിരിക്കും നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ. അതുകൊണ്ടാണ് ചിലരോട് നിങ്ങൾ ഇടപെടുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നാം ഞാൻ ഇങ്ങനെയൊന്നും അല്ലോ ആ വ്യക്തിയോട് പെരുമാറിയിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കാത്തത്? ആ വ്യക്തി എന്താണ് എന്റെ കൈ പിടിക്കാനായിട്ട് വരാത്തത്? അവർ വരില്ല, കാര്യം അവർക്കത് അറിയില്ല. അവർ എംപതി ഇല്ലാത്ത മനുഷ്യരായതുകൊണ്ട് തന്നെ അവർക്ക് മറ്റൊരാളുടെ അവസ്ഥയെ പറ്റി ചിന്തയില്ല. കാര്യം ആ സമയത്ത് അവർ അവരെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളെ പറ്റി ചിന്തിക്കാൻ അവർക്ക് സമയമില്ലെന്നേ. സ്വന്തം കാര്യം ചിന്തിക്കാൻ സമയം തികയാത്ത ആൾക്ക് എങ്ങനെ മറ്റൊരാളുടെ കാര്യം ചിന്തിക്കാൻ കഴിയും? എംപതി ഇല്ലാത്ത കാറ്റഗറി ആയതുകൊണ്ട് തന്നെയാണ് ഇവർ എംപതി ഉള്ള ആളുകളെ പലപ്പോഴും ഇവരുടെ ഇരയായിട്ട് എടുക്കുന്നത്. കാര്യം അവർക്കറിയാം അവർക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് അത്. ആ ക്വാളിറ്റി കണ്ട് തന്നെയായിരിക്കും അവർ ഈ എംപത്സ് ആയിട്ടുള്ള ആളുകളെ തന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ആ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ പെരുമാറുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പൊ അങ്ങനെ ആകെ കലങ്ങിക്കൂടി കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് ഈ പറയുന്ന നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. 3, ആർഗ്യുമെന്റ് ലവേഴ്സ്. ഇവർക്ക് തർക്കം ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് തർക്കിച്ചുകൊണ്ടേ ഇരിക്കണം. അത് രസകരമായ കാര്യം, ഒരു പബ്ലിക്കിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴോ ഒരാൾ പറയണം മണ്ടത്തരാന്ന് പറഞ്ഞാലും തലയാട്ടിക്കൊണ്ട് ആ കറക്റ്റ് ആണ്, ആ ശരിയാണ്, അത് വളരെ ശരിയാണല്ലോ എന്ന് സംസാരിക്കുന്ന ഇവർ സെലക്ട് ചെയ്ത ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രം തർക്കിക്കും. അപ്പൊ ഇവർ തർക്കിക്കുന്നത് പബ്ലിക്കിനോട് പറഞ്ഞ് അവർ അംഗീകരിക്കുമോ? ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം ഇവർ തെരഞ്ഞെടുക്കുന്ന ഏരിയയുടെ അടുത്ത് മാത്രമേ ഇവരുടെ റിയൽ ഫേസ് കാണിക്കൂ. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ കാണിക്കുന്നത് ഒരു ഫേക്ക് ഫേസ് ആയിരിക്കും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ലപോലെ അഭിനയിക്കാൻ അറിയാവുന്ന, ധാരാളം ഷോ ഓഫ് കാണിക്കാൻ, സ്നേഹമല്ല മറിച്ച് നാട്ടുകാരെ കാണിക്കാനുള്ള ഷോ ഓഫ് കാണിക്കാൻ മാത്രം അറിയുന്ന ഒരു കാറ്റഗറിയാണ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇവർക്ക് തർക്കിക്കണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ കേട്ടോ. തർക്കത്തിൽ വിജയിക്കണം, തർക്കിക്കണം, അതിലൂടെ ആ വ്യക്തിയുടെ മുകളിൽ ഒരു കൺട്രോൾ ഉണ്ടാക്കണം, ആ വ്യക്തിയെ ഡോമിനേറ്റ് ചെയ്യണം, ഞാനാണ് എപ്പോഴും ശരിയെന്ന് തെളിയിക്കണം. അങ്ങനെയുള്ളൊരു സ്വഭാവം വെച്ചുകൊണ്ട് അവരുടെ അതോറിറ്റി ഉണ്ടാക്കാൻ, അവരുടെ കൺട്രോൾ ഉണ്ടാക്കാനാണ് അവർ തർക്കിക്കുന്നത്. അവരുടെ തർക്കത്തിനൊന്നും കൃത്യമായ ഒബ്ജക്റ്റീവ് ഇല്ല. അത് ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചാൽ അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് അവർക്ക് ആഗ്രഹമേ ഇല്ല. ഇവരാരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തി ഒരു സൊല്യൂഷൻ പറഞ്ഞാൽ അത് അവർ കേൾക്കുപോലുമില്ല. അവർക്ക് ആ സൊല്യൂഷൻ അല്ല വേണ്ടത്. അവർക്ക് വെറുതെ തർക്കിച്ചാൽ മതി. തർക്കിച്ച് മുന്നിലിരിക്കുന്ന ആളെ ഭ്രാന്തനാക്കണം. മുന്നിലിരിക്കുന്ന ആളെ ഭ്രാന്ത് പിടിപ്പിച്ചതിന് ശേഷം ആ വ്യക്തിയെ വൈകാരികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതിനു ശേഷം ഞാനാണ് ശരി എന്ന് തെളിയിക്കണം. ഈ ഒരു കാറ്റഗറിയാണ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അവർ തർക്കിച്ച് ആരാണോ കൂടെയുള്ളത് ആ വ്യക്തിക്ക് കൃത്യമായി ചിന്തിക്കാനുള്ള കഴിവ് തന്നെ ഇല്ലാതെയാക്കി കളയും. ആ വ്യക്തിയെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആക്കി മാറ്റുന്ന ഒരു ക്രിയേറ്റീവ് ലെവലുള്ള രീതി അല്ലെങ്കിൽ അപ്രോച്ച് ആയിരിക്കും ഇവരെടുക്കുന്ന ഈ തർക്കം എന്ന് പറയുന്നത്. അതിപ്പോ രാവിലെ സമയത്ത് രാവിലെ ആണെന്ന് പറഞ്ഞാലും ഇത് രാവിലെ അല്ല, നേരം വെളുക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു തർക്കിക്കും. എന്ത് കാര്യം പറഞ്ഞാലും തർക്കിക്കും. തർക്കമാണ് ഇവരുടെ ഫേവറേറ്റ് ടൂൾ. ഒറ്റ ലക്ഷ്യം, തർക്കിച്ച് മുന്നിലിരിക്കുന്ന ആളെ മാനസികമായും വൈകാരികമായും ആക്രമിച്ച് കീഴ്പ്പെടുത്തുക. ഇതാണ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ 3ാമത്തെ ലക്ഷണം. കൃത്യമായ ഒരു ലക്ഷ്യമില്ലാതെ ഡോമിനേറ്റ് ചെയ്യാൻ മാത്രമായി വാദിക്കുന്ന, തർക്കിക്കുന്ന പേഴ്സണാലിറ്റി. 4, പൊസഷൻ ആൻഡ് കൺട്രോൾ. ഇവർ ഇഷ്ടപ്പെടുന്ന 2 വാക്കുകളാണ് പൊസഷനും കൺട്രോൾ. ഇവർക്കൊരു വ്യക്തിയെ പൊസസ് ചെയ്യാനേ അറിയൂ. ഒരു വ്യക്തിയെ പൂർണ്ണ അർത്ഥത്തിൽ ഓൺ ചെയ്യാൻ, അല്ലെങ്കിൽ അത് എന്റെയാണ് എന്ന ഇഷ്ടത്തോടുകൂടി അതിന്റെ ഓണർഷിപ്പ് എടുക്കാൻ അറിയില്ല. പൊസഷൻ ആണ് ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം. അതായത് എന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ കൂടെ ഉണ്ട്, എന്റെ കൂടെ ഇല്ലേ എന്ന് ചോദിച്ചാൽ എന്റെ കൂടെ വേണ്ട. അതായത് ആ വ്യക്തിക്ക് ഇവരുടെ യാതൊരു കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഇവർ വില്ലിങ് ആവില്ല. ഇവർക്ക് എപ്പോഴും പൊസസ് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇപ്പൊ നമുക്കൊരു വണ്ടി കിട്ടിയെന്നിരിക്കട്ടെ, വണ്ടിയും മനുഷ്യനും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, എന്നാലും ഒരു വണ്ടി കിട്ടിയെന്നിരിക്കട്ടെ. ആ വണ്ടി നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ, ആ വണ്ടിയിൽ എണ്ണ അടിക്കാതെ, ആ വണ്ടിയിൽ യാതൊരു കാര്യവും ചെയ്യാതെ ഇട്ടാൽ മറ്റൊരാൾക്ക് അത് ഓടിക്കാനും കൊടുത്തില്ലെങ്കിൽ തീർച്ചയായും ആ വണ്ടി കേടാവും. ശരിയല്ലേ? പൊസസ് ചെയ്യാൻ മാത്രമായിട്ടാണ് ഈ വണ്ടി കൊണ്ടിടുന്നതെങ്കിൽ തീർച്ചയായും ആ വണ്ടി കേടാവും. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ വണ്ടി ഉപയോഗിക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം. ഇവരെ സംബന്ധിച്ച് ഇവർ ഉപയോഗിക്കത്തുമില്ല, മറ്റുള്ളവർ ഉപയോഗിക്കാൻ സമ്മതിക്കത്തുമില്ല. ഇവര് സംസാരിക്കില്ല, മറ്റുള്ളവർ സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഇവര് കേൾക്കാൻ റെഡിയല്ല, ആരെങ്കിലും കേൾക്കാൻ തയ്യാറാണെങ്കിൽ അവരെ കേൾക്കാൻ സമ്മതിക്കില്ല. ഇവരെ സ്നേഹിക്കില്ല, ആരെങ്കിലും സ്നേഹിക്കാൻ വന്നാൽ സ്നേഹിക്കാൻ സമ്മതിക്കുകയില്ല. ഇങ്ങനെ എന്റെ പൊസഷനിൽ വച്ചുകൊണ്ട് ഞാനാണ് അതിന്റെ പൊസഷനുള്ള ആൾ,
അല്ലെങ്കിൽ എന്റെ അടിമയാണ് ആ വ്യക്തി എന്ന ചിന്തയോടുകൂടി കൂടെയുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ആളായിരിക്കും നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ. ഇവരെ നമുക്ക് പറഞ്ഞു കൊടുക്കുന്തോറും ഇവർ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിൽ നമ്മളെ കൂടെ കൺഫ്യൂസ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. കാര്യം ഇവർക്ക് അതേ അറിയുള്ളൂ, ഇവർക്ക് പ്രോസസ് ചെയ്യാനേ അറിയുള്ളൂ. ഇപ്പോ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ നമ്മുടെ കുഞ്ഞ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇവര് പറയുമ്പോൾ എന്റെ കുഞ്ഞ് അങ്ങനെയാണ്, എന്റെ കുഞ്ഞ് ഇങ്ങനെയാണ്, അങ്ങനെ അവർ പറയുള്ളൂ. കാര്യം അവരുടെ മാത്രം അവർക്ക് കാണാൻ പറ്റൂ. സ്വന്തം ഭാര്യ ആണെങ്കിൽ പോലും ഭാര്യയോട് നമ്മുടെ കുഞ്ഞെന്ന് ആ ഭർത്താവ് പറയില്ല, അല്ലെങ്കിൽ ഭർത്താവിനോട് ഭാര്യ നമ്മുടെ കുഞ്ഞെന്ന് പറയില്ല, എന്റെ കുഞ്ഞെന്ന് പറയും. എന്റെ പൊസഷൻ ആണല്ല, എവറിത്തിങ് ഈസ് മൈ പൊസഷൻ, എവറിത്തിങ് എന്റെയാണ്, അതിനെ ഞാൻ കൺട്രോൾ ചെയ്യും കൃത്യമായ രീതിയിൽ, എന്റെ അടിമയാണ് അത് എന്ന രീതിയിലായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത്. വളരെ ക്ലോസ് ആയിട്ട് കൂടെയുള്ള വ്യക്തിയെ മോണിറ്റർ ചെയ്യും, അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ സമ്മതിക്കാതെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഈ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം ചെയ്തു കൊടുക്കത്തുമില്ല, ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ മോണിറ്ററിംഗിലും കൺട്രോളിലും ഇതിലൊക്കെയാണ് ഇവർക്ക് എപ്പോഴും ഫോക്കസ് ഉള്ളത്. കാര്യം ഇവരുടെ ലക്ഷ്യം എന്താണ്? ഞാൻ വലുതാണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇവരുടെ അത് തെളിയിക്കാനായിട്ട് യാതൊന്നുമില്ല. ഇവർക്ക് ആകെ പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ് എന്തൊക്കെയാണ്? വെറുതെ തർക്കിക്കുക, വേണ്ട രീതിയിൽ എമ്പതി കാണിക്കാണ്ടിരിക്കുക, വെറുതെ ആളുകളെ കൺഫ്യൂസ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ രീതികൾ. ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും കൂടെയുള്ള എംബസിനെ ഇവർ ശ്വാസം മുട്ടിക്കണം. അതുകൊണ്ട് ഈ കാറ്റഗറിയിൽ പെടുന്ന ആരെങ്കിലും കണ്ടാൽ കൃത്യമായി നിങ്ങൾ മനസ്സിലായിക്കോ, നിങ്ങൾ ഇടപെടുന്ന സമയത്ത് നിങ്ങൾ ഇടപെടുന്നത് ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയോടാണ്. 5, മാനിപ്പുലേഷൻ. നാർസിസ്റ്റ് ആയ വ്യക്തികളുടെ ഒരു പ്രധാനപ്പെട്ട ടൂളാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു കഥ ഒരിക്കൽ പറഞ്ഞിരുന്നു. അതായത് ഒരു വീട്ടിലൊരു മാഷുണ്ട്, ഈ മാഷിന് ഒരു കപ്പത്തോട്ടമുണ്ട്. മാഷ് 2 അടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ 2 അടിച്ച് വൈകിട്ട് വീട്ടിലേക്കൊക്കെ വരുന്ന കക്ഷിയാണ്. പക്ഷെ കുടുംബം നന്നായിട്ട് നോക്കുന്നുണ്ട്. അദ്ദേഹം വൈകുന്നേരം നോക്കുമ്പോൾ കപ്പത്തോട്ടത്തിൽ നിന്ന് സ്ഥിരമായി കപ്പ കാണുന്നില്ല. അപ്പൊ ഏതോ പന്നിയിൽ എവിടെ ഉണ്ട്, അതാണ് ഈ കപ്പ തിന്നുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തൊട്ട് അടുത്ത് തന്നെ വേറൊരു മനുഷ്യൻ ജീവിക്കുന്നത്, വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. നാട്ടിലെ എല്ലാവരുടെ മുന്നിൽ ഇദ്ദേഹത്തിന് വലിയ സ്ഥാനമുള്ളത്. കാരണം ആരെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം മുണ്ട് താഴെയിട്ട് ആ കെട്ടഴിച്ച് താഴെ വെച്ചിട്ട് നമസ്കാരം എല്ലാവരും കുനിഞ്ഞെന്ന് തന്നെ പറയും. അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തെ വളരെ മാന്യനായ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പൊ ഒരു ദിവസം രാത്രി ഈ പന്നിയിൽ പിടിക്കാനായിട്ട് നമ്മുടെ മാഷ് ഇരിക്കുന്ന സമയത്ത് മതില് ചാടി വരണു നമ്മുടെ ഈ മാന്യൻ വന്നിട്ട് കപ്പ അവിടെ നിന്ന് എടുക്കുകയാണ്. ഈ സമയത്ത് മാഷ് ഈ മാന്യന്റെ മുഖത്തേക്ക് ടോർച്ച് അടിച്ച് കണ്ടുപിടിച്ചു ഇതാണ് ആള്. ഉടനെ മാന്യനാണ് വിളിച്ചു പോകുന്നത് നാട്ടുകാരെ വിളിക്കാൻ. മാഷല്ല, മാന്യൻ വിളിച്ചു വേണം, അയ്യോ നാട്ടുകാരെ ഓടി വരണേ, മാന്യനായ എന്റെ മുഖത്ത് ടോർച്ച് അടിച്ചു ആ മാഷ് എന്നും പറഞ്ഞു. നാട്ടുകാരെല്ലാം വന്നു, മാഷിനെ എല്ലാവരും കൂടെ വഴക്ക് പറഞ്ഞു. മാഷ് അവസാനം ടോർച്ചിൽ പിടിച്ചിട്ട് മാഷ് പറയാണ്, വേണ്ട, ഞാൻ ടോർച്ച് അടിക്കണ്ടായിരുന്നു, ഞാൻ തെറ്റായി പോയി ചെയ്തത്. ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യുന്ന മാനിപ്പുലേറ്റേഴ്സ് ആയിരിക്കും നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ളവർ. കാരണം ഇവർ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ കൂടെയുള്ള എംപത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടും. കാരണം എന്താണ്? കാലങ്ങളായിട്ട് പറയുന്ന പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാത്തതുകൊണ്ടും കൃത്യമായ ഉത്തരവാദിത്തങ്ങളെല്ലാം മാറ്റിവെക്കുന്നതുകൊണ്ടും പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാത്തതുകൊണ്ടും തീർച്ചയായിട്ടും കൂടെയുള്ള ആള് വഴക്കുണ്ടാക്കും. ഈ വഴക്കുണ്ടാക്കുന്ന സമയത്ത് ആ വഴക്കിനെ ആയിരിക്കും ഇവർ സംഭവമായിട്ട് എടുക്കണത്. അവർ ചെയ്യാതിരുന്നതിനെയോ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അവർ മറന്നുപോകും. അതൊക്കെ മറന്നുപോയിട്ട് എന്താണോ ഈ വ്യക്തി പറഞ്ഞത്, ശരിക്കും ഈ വ്യക്തി ആരെ ട്രിഗർ ചെയ്തത്? ഈ വ്യക്തിയെ ട്രിഗർ ചെയ്ത മുഴുവനും ഈ നാർസിസ്റ്റ് ആണ്. ഈ നാർസിസ്റ്റ് ട്രിഗർ ചെയ്താണ് മറ്റയാൾ പൊട്ടണത്. അങ്ങനെ അയാൾ പൊട്ടണ സമയത്ത് അയാൾ ബഹളം ഉണ്ടാക്കി എന്നും പറഞ്ഞ് അയാൾക്ക് നേരെ വിരലി കൊണ്ടുവന്നായിരിക്കും നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ അടുത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. കാര്യം ഇവര് തെറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്, ഇവർക്ക് തെറ്റുകളില്ല, ഇവർ ചെയ്യുന്നതെല്ലാം ശരികളാണ്. ഇവർ യുണീക്കായ ഒരു പ്രത്യേക ഹ്യൂമൻ ബീങ് ആണല്ലോ, ഇവർക്ക് തെറ്റുകൾ വരില്ല. അപ്പൊ തെറ്റുകൾ വരുന്ന സമയത്ത് അതിനെ കറക്റ്റ് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കാനുള്ള മടി കാരണം ഞാനല്ല തെറ്റ്, താനാണ് തെറ്റ് എന്ന് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ് ഇവരെ തന്നെ ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവരുടെ തെറ്റുകൾക്ക് മുകളിലുള്ള ഒരു മുഖംമൂടി പോലെ ആയിരിക്കും മറ്റൊരാളുടെ നേരെ വിരല് ചൂണ്ടുന്നത്. അവർ കൂടെയുള്ള ആളെയും മറ്റുള്ള ആളുകളെയും സാഹചര്യങ്ങളെയൊക്കെ വിരല് ചൂണ്ടി തെറ്റ് അവിടെയാണ്, ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പറയുന്ന കാറ്റഗറി കൂടിയാണ് നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ. അപ്പൊ തീർച്ചയായിട്ടും മാനിപ്പുലേഷൻസ് കണ്ടാൽ, അതായത് നിങ്ങൾ തന്നെ ഒരു വഴക്കിന് ശേഷം ചിന്തിക്കുകയാണ്, സത്യത്തില് ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, പറയണ്ടായിരുന്നു, നമ്മുടെ ഭാഗത്ത് ശരിയാണെന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടപെടുന്നത് ഒരു നാർസിസ്റ്റിന്റെ അടുത്താ. കുറെ നാൾ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞോണ്ടല്ലോ ഭ്രാന്ത് പിടിക്കും. കാര്യം ഇടപെട്ട് നമുക്ക് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റാൻ തോന്നിപ്പോകും. നമ്മൾ എത്ര വലിയ ശരികൾ ചെയ്താലും ആ ശരികളൊക്കെ തെറ്റാണെന്ന് ഇവർ പ്രൂവ് ചെയ്യുള്ളൂ. കാരണം എന്താ? ഇവർക്ക് ശരികൾ ചെയ്യാൻ അറിയില്ല. ഇവർക്ക് ശാരീരികമായോ മാനസികമായോ ഭൗതികമായോ ആത്മീയമായോ ചെയ്യേണ്ട ഒന്നും ചെയ്യാൻ അറിയില്ല. ഇതൊന്നും ചെയ്യാൻ അവർക്ക് അറിയാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യും? അത് പഠിക്കുന്ന കഷ്ടപ്പാടല്ലേ, അത് പഠിക്കുന്ന എഫേർട്ടുള്ള കാര്യമല്ലേ. അതിന് പകരം നിങ്ങൾ അതിലും വലിയ തെറ്റാണെന്ന് അവരങ്ങ് പ്രൂവ് ചെയ്യും. നിങ്ങൾ എമ്പത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഭ്രാന്തനായി മാറും. ഇതാണ് നാർസിസിന്റെ അടുത്ത ലക്ഷണം. ഇവർ മാനിപ്പുലേറ്റേഴ്സ് ആയിരിക്കും. 6, നെവർ കീപ് പ്രോമിസസ്. വാക്ക് പറയും. എപ്പോഴും ഇവർ പുതിയ പുതിയ കാര്യങ്ങൾ പ്രോമിസ് തന്നുകൊണ്ടേയിരിക്കും. കണ്ടിന്യൂസ്ലി പ്രോമിസ് തരുന്ന ആളുകളാണ്. ഇന്ന് രാവിലെ ഒരു പ്രോമിസ് തരും, ഉച്ചയ്ക്ക് ഒരു പ്രോമിസ് തരും, വൈകിട്ട് ഒരു പ്രോമിസ് തരും, പിറ്റേ ദിവസം ഒരു പ്രോമിസ്. ഈ ഒരു പ്രോമിസ് ഒരു പാലിക്കില്ല. ഈ പ്രോമിസ് അവർ ചെയ്ത് തന്നെ മറന്നു. ഇവരുടെ പ്രോമിസ് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. ഇവരുടെ വാക്കുകൾ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവരുടെ വാക്ക് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ച് അയാളോട് പരാജയപ്പെട്ടൊന്ന് ഉറപ്പിക്കാം. അതല്ലെങ്കിൽ അതേപോലെ നിരന്തരമായി അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഫോളോ അപ്പ് ചെയ്താൽ അതും തെറ്റാണ് എന്നവർ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ തന്നെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കും. അതുകൊണ്ട് ഈ കാറ്റഗറിയെ സംബന്ധിച്ച് ഇവരുടെ വാക്ക് വിശ്വസിക്കരുത്.
വിശ്വസിക്കരുത്, ഇവർ പറയുന്ന സമയം വിശ്വസിക്കരുത്, ഇവര് ചെയ്തു തരാന്ന് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കരുത്. ഇവർ ചെയ്തു തരില്ല. ഇവർ വാക്ക് മാത്രം പറഞ്ഞ് നിങ്ങളെ എങ്ങനെ നിർത്തുകയുള്ളൂ. അവർ ഒരിക്കലും ഇതൊന്നും ചെയ്തു തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിന്റെ ഉള്ളിൽ അതിനുള്ള എഫേർട്ട് എടുക്കാനുള്ള മനസ്സ് അവർക്കില്ല. അതുകൊണ്ട് വാക്ക് പാലിക്കാത്ത, പ്രോമിസുകൾ കീപ്പ് ചെയ്യാത്ത ഒരു കാറ്റഗറി കൂടിയായിരിക്കും നാർസിസ് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ. തുടക്കത്തിലൊക്കെ ഇവർ സോറി പറയും, പലതവണ സോറി പറയും. അപ്പൊ ഇത് കേൾക്കുന്ന വ്യക്തി ഒരു തവണ സോറി കേൾക്കും, 2 കേൾക്കും, 3 കേൾക്കും, 100 കേൾക്കും, 200 കേൾക്കും, 500 പ്രാവശ്യം സോറി കിട്ടുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ഇവരിത് തിരുത്താൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ സോറി അല്ല, വെറുതെ പറ്റിക്കാൻ പറയുന്ന സോറിയാണ്. അപ്പൊ വാക്ക് പറയുകയും അത് തെറ്റിക്കുകയും സോറി പറയുകയും ചെയ്യുന്ന ഇവരുടെ പാറ്റേൺ ആണ്. ഇവർ പറയുന്ന വാക്കുകളിൽ ഒന്നും ഇവർ നിൽക്കില്ല. ആ വാക്ക് അവർ തെറ്റിച്ച് അങ്ങനെ അവർ പോകുള്ളൂ. അവർ പറയും, എന്ത് പറയുന്നറിയോ, അന്ന് ഞാൻ ഇമ്മെച്യൂർഡ് അല്ലായിരുന്നോ, അതുകൊണ്ടാണ് ആ വാക്ക് പറഞ്ഞത്, ഇന്ന് ഞാൻ മെച്യൂർഡായി എന്ന് പറയും. ഇതേ ആള് തന്നെ നാളെ മാറ്റി പറയും, അന്ന് ഞാൻ കുറച്ച് മെച്യൂർഡ് അല്ലായിരുന്നോ, ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ മെച്യൂർഡായി. ഇവരുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാര്യമാണ്. ഇങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്ത വാക്ക് പറയുന്ന ആളുകളുണ്ടെങ്കിൽ, പ്രോമിസ് ഒന്നും കീപ്പ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, തുടരെ വീണ്ടും റിപ്പറ്റേറ്റീവ് ആയിട്ട് ഒരേ രീതിയിൽ പറഞ്ഞ പ്രോമിസുകൾ പാലിക്കാത്ത ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവർ ഈ പ്രോമിസ് ഒന്നും പാലിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അതും വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ ചിലപ്പോൾ പാഴായേക്കും. സോറി എന്ന് വാക്ക് പറയുന്നുണ്ടെങ്കിൽ അവിടെ തിരുത്താൻ തയ്യാറാണ്. തിരുത്താൻ തയ്യാറാകാത്ത ആളുകൾ പറയുന്ന സോറിക്ക് യാതൊരു വിലയില്ല. അതൊരു കാപട്യമാണ്, അതൊരു ഷോ ഓഫ് ആണ്, ഒരു പ്രഹസനമാണ്. സോ ഇതാണ് നാർസിസ് പേഴ്സണാലിറ്റിയുടെ 6ാമത്തെ ലക്ഷണം, ഇവർ വാക്ക് പാലിക്കുകയില്ല. ഇനി നിങ്ങൾ ഇടപെടുന്നത് ഒരു നാർസിസ്റ്റായ വ്യക്തിയോടാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സെറ്റ് ബൗണ്ടറീസ്. അവരുമായി ഒരു ബൗണ്ടറി വരയ്ക്കാൻ തയ്യാറാണ്. കാരണം ബൗണ്ടറിക്കകത്ത് ഇവർ കയറി കഴിഞ്ഞാൽ ഇവർ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും. ഒരു ബൗണ്ടറി വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാണ്ടിരിക്കുക. സ്റ്റോപ്പ് എക്സ്പെക്ടേഷൻസ്. എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചേക്ക്. ഇവരിൽ നിന്നും കിട്ടിയ ബോണസ് കിട്ടുന്ന പ്രതീക്ഷിക്കണ്ട. കാര്യം ഇവർക്ക് തരാൻ അറിയില്ല. അവരുടെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളാണ്. ഇതാണ് ഫസ്റ്റ് തിങ്, സെറ്റ് ദാറ്റ് ബൗണ്ടറി. നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷന്റെ ബൗണ്ടറിയുടെ പുറത്ത് നിർത്തുക. അതിനകത്ത് കയറ്റിയാൽ ആകെ അവർ കുളമാക്കി തരും. 2, ഫോക്കസ് ഓൺ യുവർ വെൽബീയിങ്. നിങ്ങളുടെ വെൽബീയിങ്ങിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാവുക. കാരണം ഇവരുമായി ഇടപെട്ട് നമ്മൾ നമ്മുടെ വെൽബീയിങ് മറന്ന്, നമ്മുടെ ബീയിങ് തന്നെ മറന്ന് ലൈഫ് വിത്തൗട്ട് പർപ്പസിലേക്ക് നമ്മൾ മാറും. കൃത്യമായ ലക്ഷ്യമേ ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് എത്തും. അങ്ങനെ എത്തിക്കഴിയാൻ നേരത്ത് പിന്നെ കെട്ടുപൊട്ടിയ പട്ടം പോലെ ആയിരിക്കും നമ്മൾ പോണത്. ഈ സമയത്തൊന്നും ആ കെട്ട് പിടിക്കാൻ ഇവർ വരില്ല. ഈ സമയത്തൊക്കെ അവർ മാറി നിൽക്കത്തേ ഉള്ളൂ. നമ്മൾ എന്നാണോ മാനേജബിൾ പൊസിഷനിലായെന്ന് മനസ്സിലായത്, നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് മനസ്സിലായി, വീണ്ടും ദ്രോഹിക്കാനായിട്ട് ഇവർ വന്നിരിക്കും. അത് അവരുടെ ശീലമാണ്. അവർ വരുന്നത് സ്നേഹിക്കാനാന്ന് പറഞ്ഞായിരിക്കും, പക്ഷെ അവർ വരുന്നത് കൂടുതൽ ശക്തിയോടുകൂടി ദ്രോഹിക്കാൻ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഫോക്കസ് ഓൺ യുവർ വെൽബീയിങ്. നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത്, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, നിങ്ങളുടെ ഇന്റലക്ച്വൽ ഹെൽത്ത്, അത് നിങ്ങളുടെ പ്രധാനപ്പെട്ട അസറ്റ് തന്നെയാണ്. അതിനൊന്നും നശിപ്പിക്കാനായിട്ട് ആർക്കും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. സോ ഇതാണ് 2ാമത് ഇവരോട് ഇടപെടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോക്കസ് ഓൺ യുവർ വെൽബീയിങ്. അതേപോലെ തന്നെ 3ാമത് ഇവരോട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്തേക്കുക. കാരണം ഇവര് പെട്ടെന്ന് തന്നെ അറ്റാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തെന്നിരിക്കും. പക്ഷെ ഒരു ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരും. കാര്യം ഇവർക്ക് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇവർ റിപ്ലൈ തരില്ല. ഇവരെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ എടുക്കില്ല. അവരുടെ സൗകര്യത്തിന് എപ്പോഴെങ്കിലും അവർ തിരിച്ചു വിളിക്കും. അവരുടെ സൗകര്യത്തിനായിരിക്കും അവർ മെസ്സേജ് അയക്കുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? വളരെയധികം കാര്യമായ രീതിയിലുള്ള ബന്ധമുള്ള ആളുകളാണെങ്കിലും നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബ്ലൂ ടിക്കിന് വേണ്ടി എത്ര മണിക്കൂറാന്ന് വെച്ചാൽ കാത്തിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ? അല്ലെ ഒരു ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ന്യായം പറയുകയാണെങ്കിൽ, അത് എപ്പോ വിളിച്ചാലും XYZ ഇങ്ങനെ ന്യായങ്ങൾ മാത്രം നിരത്തുകയാണ്. അവർ എടുക്കില്ല. അത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കൂടെ താമസിക്കുന്ന സമയത്തും പലരും വിളിക്കുന്ന സമയത്ത് നെഗ്ലക്ട് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതേ കാര്യം തന്നെയല്ലേ നമ്മളോട് കാണിക്കുന്നത്. അപ്പൊ ഇതേ കാര്യം നമ്മളോട് കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയിൽ നാർസിസം ആണ് ഉള്ളത്. ആ വ്യക്തി ഫോൺ എടുക്കാനും പോണില്ല, ആ വ്യക്തി മെസ്സേജുകൾക്ക് വേണ്ട സമയത്ത് റിപ്ലൈ തരാനും പോണില്ല. എന്നാൽ പ്രശ്നമുണ്ടാക്കേണ്ട ഒരു പോയിന്റ് കിട്ടിയാൽ ആ പോയിന്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് വിളിക്കുകയും ചെയ്യും, പെട്ടെന്ന് മെസ്സേജ് അയക്കുകയും ചെയ്യും. സ്നേഹിക്കാൻ ഇവർക്ക് അറിയില്ല. ഇവർക്ക് ദ്രോഹിക്കാൻ നന്നായിട്ട് അറിയാം. അവര് ഡോമിനേറ്റ് ചെയ്യുന്നത് സ്നേഹിച്ചല്ല, അവർ മറ്റൊരാളെ ദ്രോഹിച്ചാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന നേച്ചർ ഉള്ളവരാണ് നാർസിസ് പേഴ്സണാലിറ്റി. അതുകൊണ്ട് ആ വ്യക്തികളുടെ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവന് തന്നെ അത് അപകടമായി മാറും. ഇനി നാർസിസ്റ്റ് ആയ ഒരു വ്യക്തിക്ക് സ്വയം തിരുത്തണമെന്നും എനിക്ക് കുറച്ചുകൂടെ നല്ല പേഴ്സണാലിറ്റിയിലേക്ക് മാറണമെന്നും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വ്യക്തികൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ കൂടി സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാം. അങ്ങനെ ഒരു വ്യക്തിത്വം നമുക്കുള്ളിൽ ഉണ്ട് എന്ന് തോന്നിയാൽ, നമ്പർ 1, സെൽഫ് റിഫ്ലക്ട് ചെയ്യുക. സെൽഫ് റിഫ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാനാണ് ശരി എന്ന ചിന്തയിലാണ് എപ്പോഴും നാർസിസ്റ്റ് ആയ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു നേരം അവിടെ നിന്ന് മാറിയിട്ട് ഞാൻ തന്നെയാണോ ശരി ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ഇടപെടുന്ന ആ സ്ഥലത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ, അവിടെ മറ്റുള്ള ആളുകളും ഇങ്ങനെയൊക്കെയാണോ ഇടപെടുന്നത്? ഇങ്ങനെയൊക്കെയാണോ അവർ കൂടെയുള്ള ആളുകളോട് പെരുമാറുന്നത്? ഇങ്ങനെയാണോ അവർ ബാക്കിയുള്ള ആൾക്കാരെ കെയർ ചെയ്യുന്നത്? ഇങ്ങനെയാണോ അവർ എംപതി കാണിക്കുന്നത്? ഇതൊന്ന്
പരിശോധിച്ച് സെൽഫ് റിഫ്ലക്ട് ചെയ്യുക. കാര്യം നാർസിസ്റ്റ് ആയ വ്യക്തി പഠിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെയുള്ള വ്യക്തിയെ അവർക്ക് തന്നെ പഠിപ്പിക്കാൻ പറ്റും. അവർ തന്നെ അവരുടെ ബ്രെയിനെ കണ്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് സ്വയം മാറ്റുക എന്നുള്ളതല്ലാതെ മറ്റൊരാൾ പറഞ്ഞാൽ ആ വ്യക്തി അയാൾ ശത്രുവാകുന്നല്ലാതെ ആ വ്യക്തിക്ക് മാറ്റം ഉണ്ടാവില്ല. സോ ദി ബെസ്റ്റ് തിങ് ഈസ് സെൽഫ് റിഫ്ലക്ട് ചെയ്യുക. 2, എംപതി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. മറ്റൊരാളുടെ ബുദ്ധിമുട്ട് കാണുന്ന സമയത്ത് അല്ലെ മറ്റൊരാൾ വിഷമിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് വിഷമമുണ്ടെന്നും അതൊരു മനുഷ്യനാണെന്നും അല്ലെ അതൊരു ജീവിയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരു സഹാനുഭൂതിയോടുകൂടി പെരുമാറാൻ തയ്യാറാവുക. ആ സമയത്തും എന്റെ കാര്യമല്ലല്ലോ എന്ന് ചിന്തിച്ച് അവഗണിക്കാതെ അവരെ ദ്രോഹിക്കാതെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്ന് എംപതിയോടുകൂടി പെരുമാറാൻ തയ്യാറാവുക. 3, ഫോക്കസ് ഓൺ പേഴ്സണൽ ഗ്രോത്ത്. നാർസിസ്റ്റ് ആയ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവരെ ഒരു വലിയ സംഭവമായിട്ടാണ് കണ്ടിരിക്കുന്നത്. എന്നാൽ ആ സംഭവത്തിന്റെ 1000-ലൊന്ന് അടുത്ത് പോലും അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ എത്താൻ കഴിയാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കൂടി ഇവരുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മേഖലയിൽ ഏത് മേഖലയാണെങ്കിലും അവിടെ മിടുക്കനാവ്, അവിടെ മിടുക്കിയാവ്. നിങ്ങളുടെ ഫുൾ എഫേർട്ട് പുറത്തെടുക്കുക. ആ ഫുൾ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം കഴിയും. ഒരിടത്തും എത്താത്തതിന്റെ ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം മടിയാണ്, അലസതയാണ്, അതേപോലെ തർക്കിക്കാൻ അറിയാമെന്നുള്ള ഒരു ക്വാളിറ്റി കൂടിയാണ്. ആ ക്വാളിറ്റിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അപകടം. ആ ക്വാളിറ്റി ഉള്ളിടത്തോളം കാലം നിങ്ങൾ വർക്ക് ചെയ്ത് കയ്യടി നേടാൻ വേണ്ടി ശ്രമിക്കില്ല. നിങ്ങൾ തർക്കിച്ചും മറ്റൊരാളെ തോൽപ്പിച്ചും മാത്രമേ വിജയിക്കാൻ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് എഫേർട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല ശരീരം ഉണ്ടാക്കുക, ശരീരത്തിന് ഹെൽത്ത് ഉണ്ടാക്കിയ ഡെയിലി രാവിലെ എണീക്കുന്ന സമയത്ത് പല പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരില്ല. ഇത് പറയേണ്ടി വരുന്നതിന്റെ കാരണം എന്താ? പ്രോപ്പർ ഹെൽത്തിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള മടിയാണ്. അതേപോലെ ഓരോ ഏരിയയിലും നല്ലപോലെ വർക്ക് ചെയ്ത് എഫേർട്ട് എടുത്ത് മിടുക്കിയായി മാറ്. അപ്പൊ തന്നെ നാർസിസ്റ്റ് റേറ്റ് ഒരുപാട് കുറയും. എനിവേ, ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നാർസിസ്റ്റ് ആയ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ തിരുത്തണം. കാരണം കൂടെയുള്ള ആളുകളെ ഒരുപാട് നോവിക്കുന്നുണ്ട് നിങ്ങളുടെ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി. അതല്ല, നിങ്ങളിപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാർസിസ്റ്റ് ആയ പേഴ്സണാലിറ്റിയോട് ആണെങ്കിൽ നിങ്ങൾ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അതല്ലെങ്കിൽ അവർ തിരുത്താൻ തയ്യാറാവണം. തിരുത്താൻ തയ്യാറാകാത്തിടത്തോളം നിങ്ങൾ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അതൊരു സത്യമാണ്. നമുക്കത് തിരുത്താൻ പറ്റുന്ന കാര്യമല്ല. കാര്യം അത് കാലങ്ങളായി ജനറ്റിക്കലായിട്ടും ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലും എൻവയോൺമെന്റിലും ഒക്കെ കൂടി ഉണ്ടാക്കി വെച്ച ഒരു പേഴ്സണാലിറ്റിയാണ്. ആ വ്യക്തി വിചാരിച്ചാൽ ഒരു പക്ഷേ തിരുത്താൻ പറ്റും, അല്ലാത്ത പക്ഷം തിരുത്താൻ പറ്റില്ല. എനിവേ, thank you very much for watching this video. Wishing you all the very best. NK signing off.